അതാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട വാദങ്ങളൊന്ന് നോക്കാം. സജീഷ്, ഇപ്പോൾ സ്വകാര്യതാ ലംഘനം ആരോപിച്ച് ഹൈക്കോടതി നൽകിയ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഇങ്ങനെയാണ്. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തി എന്ന് തന്നെയാണ്. സ്പാർക്കിൽ നൽകിയ ജീവനക്കാരുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തു എന്നാണ്. സർക്കാർ ജീവനക്കാരുടെ അനുമതിയില്ലാതെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഫോൺ നമ്പറുകൾ ശേഖരിച്ചത്. വിവരങ്ങൾ സ്പാർക്കിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയത് സ്വകാര്യതാ ലംഘനമാണ്. അതാണ്, സ്പാർക്കിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിവരങ്ങൾ കൈമാറിയിരിക്കുന്നു എന്നിടത്താണ് ഈ സ്വകാര്യതയുടെ ലംഘനം ഉണ്ടായിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി വിവരങ്ങൾ ഉപയോഗിച്ചു എന്നതാണ് ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത വാദം. പ്രതിപക്ഷ അനുകൂലികളായ 2 സർക്കാർ ജീവനക്കാർ നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്താണോ പ്രതിപക്ഷത്തിനു വേണ്ടി ഇപ്പോൾ പ്രതിപക്ഷത്തിലെ സർക്കാർ ജീവനക്കാർ നൽകിയിരിക്കുന്ന ഹർജി കോടതി അംഗീകരിക്കുന്നത്, അതിന് അർത്ഥം പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറിച്ചുള്ള രീതിയിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടണമെങ്കിൽ സർക്കാരിന്റെ വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഈ ഹർജിയിലെ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആണ് എന്നുള്ളതാണ്. ടി വി പ്രസാദ് കൂടിയുണ്ട്. പ്രസാദ്, ഇപ്പോൾ സർവേ തിരിച്ചടിക്ക് ശേഷം ഇതാ സന്ദേശ തിരിച്ചടി. 2 തിരിച്ചടികൾ ഹൈക്കോടതിയിൽ നിന്ന് തുടരെ സർക്കാരിന് ലഭിച്ചിരിക്കുകയാണ്. അത് രണ്ടും PR പരിപാടികളിലാണ്. വെള്ളിയാഴ്ച മറുപടി പറയണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രസാദ്, ഇപ്പോൾ വലിയ തിരിച്ചടി എന്ന് പറയുമ്പോൾ ഈ തിരിച്ചടി മുഖ്യമന്ത്രിക്കാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രസാദ്, ഉറപ്പായും സ്മൃതി, അതുതന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും LDF സർക്കാരിനും ഏറ്റ തിരിച്ചടിയാണ് എന്ന് വേണം ഇതിനെ വിലയിരുത്താൻ. കാരണം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ് ആ സർവേയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന കോടതി നിരീക്ഷണങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് DA കുടിശ്ശിക അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ സോഫ്റ്റ്വെയറായ സ്പാർക്കിൽ നിന്ന് അവിടെ കൊടുത്ത വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് IT മിഷൻ മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടു കൂടിയ വെരിഫൈഡ് വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നാണ് ഈ ആളുകൾക്കെല്ലാം ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കും മെസ്സേജ് അയച്ചിരിക്കുന്നത്. DA കുടിശ്ശിക കൊടുക്കാനുള്ള സർക്കാർ തീരുമാനം എന്തിനാണ് മുഖ്യമന്ത്രി തന്റെ പ്രൊഫൈൽ ഫോട്ടോ വെച്ച് ഈ ആളുകൾക്കെല്ലാം അയക്കുന്നത് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം. ഇതിലൊരു കാര്യമുള്ളത് സ്മൃതി, ഒരു കാര്യം ഉറപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുക്കെ നിൽക്കുമ്പോഴാണ് ഇത്തരം അഭ്യാസങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത് എന്നുള്ളതാണ്. സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോവുക എന്ന ഒരു അജണ്ട ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്ന. PR വർക്കുകൾ കൂടാതെ സർക്കാരിന്റെ സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് അവരിലേക്ക് നേരിട്ട് ഒരുപക്ഷെ ആ വോട്ടിനെ തന്നെ സ്വാധീനിക്കുന്ന നിലയിലേക്കാണ് ഈ പ്രചാരണങ്ങൾ മാറിയത് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ഷേമനിധിയിലുള്ളവർ എല്ലാവർക്കും തന്നെ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് പരിശോധിക്കാനാകും, എവിടെയുള്ളവരാണ് എന്ന് പരിശോധിക്കാനാകും. ആ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അത് ഉപയോഗിക്കാനാകും. അപ്പോൾ ഭരണപക്ഷ പാർട്ടിക്ക് അത് കൈമാറുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. സ്പാർക്കിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അതേപടി പേര് വിവരങ്ങൾ അടക്കം കൈമാറി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ചോദ്യമായി വരുന്നത്. ശ്യാം ദേവരാജിലേക്ക്. ശ്യാം, ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും 2ാമത്തെ തിരിച്ചടിയാണ് സർക്കാർ നിൽക്കുന്നത്. ആദ്യം സർവേയുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ തിരിച്ചടിക്കെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കൊടുത്ത അപ്പീലും ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്ന ദിവസമാണ്. അതുകൂടി വരികയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനം. അവിടെയും തിരിച്ചടിയാകുമോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുമോ എന്നുള്ളതാണ്. അത് സർക്കാരിന് ആശ്വാസമാകും അംഗീകരിക്കുകയാണെങ്കിൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഉത്തരവ് സർക്കാരിനുള്ള തിരിച്ചടി എന്നതിനപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസിനേറ്റ തിരിച്ചടിയായി വിലയിരുത്തേണ്ടി വരില്ലേ ശ്യാം? സ്മൃതി, അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അവരുടെ നമ്പറുകളിലേക്ക്, സ്പാർക്കിൽ നൽകിയ നമ്പറുകളിലേക്ക് സന്ദേശം ചെന്നത്. അത് അവരവരുടെ ഓരോ ഉദ്യോഗസ്ഥരുടെയും പേര് എടുത്തു പറഞ്ഞാണ് അത്തരമൊരു സന്ദേശം ചെല്ലുന്നത്. അത് വാട്സപ്പിന്റെ ബിസിനസ് അക്കൗണ്ടിൽ നിന്നായിരുന്നു അത്തരമൊരു സന്ദേശം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആണ് ഈ സന്ദേശം അയക്കുകയും ചെയ്തത്. ഇതിനാണ് ഹൈക്കോടതി കടുത്ത വിമർശനം ഉയർത്തുന്നത്. ജസ്റ്റിസ് ബെച്ചുക്കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൽ നിന്നാണ് കടുത്ത ഭാഷയുള്ള വിമർശനം ഉയരുന്നത്. ജീവനക്കാരുടെ വിവരങ്ങൾ പുറത്തുവിടരുതെന്നാണ് സുപ്രീം കോടതിയുടെ വിധി എന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തിഗത വിവരങ്ങൾക്ക് എന്ത് സുരക്ഷയുണ്ട് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ഏതൊരാൾക്കും വിവരങ്ങൾ ലഭിക്കുമോ എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ സന്ദേശങ്ങൾ അയക്കരുത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്താണ് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് എന്ന് സർക്കാർ വിശദീകരിക്കണം. ആരാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിച്ചു. സന്ദേശങ്ങൾ അയക്കുന്നതിനെ തുടർന്നാണ് ഹൈക്കോടതി സർക്കാരിനെ വിലക്കുന്നത്. സ്വകാര്യതയിലേക്ക് കടന്നു കയറാനാവില്ല എന്നാണ്
ഹൈക്കോടതി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ആക്ഷേപം അതീവ ഗൗരവതരമാണ് എന്ന കാര്യം കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഭരണപക്ഷം ഇതിൽ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു കാര്യം ഇപ്പോൾ സ്പ്രിംഗ്ലർ കേസും ഈ വിവരം ചോർത്തുന്നു എന്നുള്ളതായിരുന്നല്ലോ. അത് കോടതിയിൽ തിരിച്ചടിയായില്ലേ? അത് അന്ന് രമേശ് ചെന്നിത്തലയാണ് അതിൽ കേസുമായി പോയിരുന്നത്. അപ്പോൾ വലിയ തിരിച്ചടി അതിലേറ്റതല്ലേ? അപ്പോൾ അതേ രീതിയിൽ അടുത്ത ഹർജിയുമായി ഇതാ നിങ്ങൾ പോകുന്നു എന്ന പരിഹാസം ഒരു വശത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയക്കുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്ക് പ്രശ്നമല്ലേ എന്ന മറുചോദ്യം ഒരു വശത്ത്. ഇത് ആ രൂപത്തിൽ താരതമ്യം ചെയ്യാവുന്ന ഒരു കേസായി കാണാൻ കഴിയുമോ ശ്യാം ദേവരാജ്? ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെയും വ്യക്തമായ ഒരു മറുപടി ഹൈക്കോടതിയിൽ നൽകിയിട്ടില്ല. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വെള്ളിയാഴ്ച മറുപടി നൽകാമെന്നതാണ് ഹൈക്കോടതിയിൽ സർക്കാർ വിശദീകരിക്കുകയും ചെയ്തത്. ഇതിൽ ഡേറ്റ ചോർച്ചയില്ല, സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർന്നിട്ടില്ല എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കേണ്ടത്. അതിന് സർക്കാർ ഇതുവരെയും തൃപ്തികരമായ ഒരു വിശദീകരണം ഇന്നും ഹൈക്കോടതിയിൽ നൽകിയിട്ടുമില്ല. ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഹാജരായ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ അക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. വ്യാഴാഴ്ച 2 ദിവസത്തിനകം ഈ ഹർജി പരിഗണിക്കാമെന്ന് മറുപടി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. എന്നാൽ വെള്ളിയാഴ്ച മറുപടി നൽകാമെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. ഇത് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ആകെ പ്രതിരോധിച്ച ഒരു കാര്യം, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സമാനമായ രീതിയിലുള്ള സന്ദേശങ്ങൾ എല്ലാ വ്യക്തികളുടെയും മൊബൈൽ നമ്പറുകളിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യമാണ്. അതിനാവശ്യമായ തെളിവുകളും ഈ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തു. സ്വകാര്യത ലംഘിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തണമെന്നാണ് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഈ ഹർജിയിൽ 2 കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കൾ നൽകിയ ഹർജികളിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. 3 ദിവസത്തിനകം മറുപടി നൽകണം. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് മറുപടി നൽകേണ്ടത്. വെള്ളിയാഴ്ച ഹർജിയിൽ വിശദമായ വാദം കേൾക്കുകയും ചെയ്യും. സ്പാർക്കിൽ നിന്നാണ് വിവരങ്ങൾ ലഭ്യമാക്കിയത് എന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് ഹൈക്കോടതിയിൽ സമ്മതിക്കുന്നുണ്ട്. കൂടുതൽ സന്ദേശങ്ങൾ അയക്കില്ല എന്ന് സർക്കാർ ഉറപ്പ് നൽകണമെന്നാണ് ഹൈക്കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. ശമ്പള പരിഷ്കരണത്തിന് ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് സന്ദേശം എന്ന കാര്യമാണ് സർക്കാർ വിശദീകരിച്ചത്. ബിസിനസ് അക്കൗണ്ട് വഴി സന്ദേശങ്ങൾ അയച്ചതിൽ ആശങ്കയുണ്ട് എന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. സർക്കാർ തൃപ്തികരമായ മറുപടി വിശദീകരണം നൽകണമെന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇത്തരം മെസ്സേജുകൾ താല്പര്യമില്ലാത്ത നോട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് കൂടി വാട്സ്ആപ്പ് സന്ദേശം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നിർബന്ധിതമായ സാഹചര്യം, ഈ മെസ്സേജ് സ്വീകരിക്കാൻ നിർബന്ധിതമായ സാഹചര്യം സർക്കാർ ജീവനക്കാർക്ക് ഒന്നാകെ ഉണ്ടാക്കുന്നു. അതിനോട് അനുകൂലിക്കുന്നവർ മാത്രമല്ല, താല്പര്യമില്ലാത്തവർക്കും ഈ സന്ദേശം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ഒരു അവകാശ ലംഘനമായി കൂടി മാറുകയാണ്. ഞാൻ അതിന് രാഷ്ട്രീയ വശങ്ങൾ കൂടി നോക്കണം. GV പ്രസാദിലേക്ക്. പ്രസാദ്, ഇപ്പോൾ ഈ DA സന്ദേശത്തിൽ CMOക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് ഹൈക്കോടതി കടുത്ത നിലപാടെടുത്തിരിക്കുന്നത്. ഇത് നടാടെയാണ് ഇങ്ങനെ ഒരു സന്ദേശം അയക്കൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഇന്ന് നോക്കൂ, സഭാ സമ്മേളനം അവസാനിച്ച ദിവസം കൂടിയാണ്. ഇന്നാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇനി സഭ ചേരുന്നില്ല, ഇനി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നു. ഇത് പ്രളയകാലത്തോ കോവിഡ് കാലത്തോ ഏറ്റവും അത്യാവശ്യമുള്ള ആ ഘട്ടങ്ങളിൽ പോലും ചെയ്യാത്ത ഒരു രീതിയിലേക്ക് സർക്കാർ കടക്കുമ്പോൾ ഇത് 3ാം തവണയും അധികാരത്തിൽ വരാനുള്ള നടപടിയായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ എങ്ങനെയും മൂന്നാം തവണയും ഭരണത്തിലേറുക എന്ന ആഗ്രഹത്തോടു കൂടിയുള്ള PR പരിപാടികൾ എന്ന രൂപത്തിലാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇതിപ്പോൾ തിരിച്ചടിയാകുമ്പോൾ ഇത് പ്രതിപക്ഷത്തിന് ആയുധമാകുന്നു. ഭരണപക്ഷത്തിന് വെള്ളിയാഴ്ച വരെ കാത്തിരിക്കാം എന്ന രൂപത്തിലാണോ ഇതിനെ കാണുക? നൽകിയ മറുപടികളെല്ലാം രാഷ്ട്രീയമായിരുന്നല്ലോ പ്രസാദ്. അത് തന്നെയാണ് സ്മൃതി. പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി ഇത് മാറുകയാണ്. നമ്മൾ കണ്ടതുപോലെ നവകേരള സർവേ സർക്കാരിന്റെ പണം ഉപയോഗിച്ച് പാർട്ടിക്കാർ ചെയ്യുന്ന നിലയിലേക്ക് വന്നപ്പോഴാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായതെന്ന് നമ്മളെല്ലാവരും കണ്ടു. നേരത്തെ സ്മൃതി പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കോവിഡ് സമയത്ത്, പ്രളയ സമയത്തൊക്കെയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, ഈ വാട്സപ്പ് സംവിധാനം സർക്കാരും IT മിഷനും ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് മനുഷ്യർക്കത് വലിയ ആശ്വാസമാകുമായിരുന്നു എന്നുള്ളതാണ്. അന്ന് മാധ്യമങ്ങളെയും മറ്റുമാണ് ജനങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വന്നത്. അവരുടെ കയ്യിലുള്ള ഫോണിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഗുണമാകുകയായിരുന്നു. പക്ഷേ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാണ് ഇത്തരം മെസ്സേജുകളെല്ലാം വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കോവിഡ് ഇല്ല, പ്രളയമില്ല, മറിച്ചുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് LDFനും UDFനും BJPക്കും ഒരുപോലെ പ്രധാനമാണ്.